ഹലോ, മൈ കിച്ചൺ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ ഒരു വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല നൈസായ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അന്നത് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അവലെടുത്തില്ലേ, അതേ കപ്പിൽ 2 കപ്പ് അരിപ്പൊടി, നൈസായ അരിപ്പൊടിയാണ്. നമ്മുടെ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. കൂടെ തന്നെ 2 കപ്പ് തേങ്ങ, ചിരവിയ തേങ്ങ, കറുപ്പില്ലാതെ നല്ല ചിരവിയ തേങ്ങ വേണം എടുക്കാൻ. പിന്നെ വേണ്ടത് ഒരു അര കപ്പ് പഞ്ചസാര, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്. ഏലക്കായ് പൊടിച്ചതെന്ന് പറയുന്നത് ഞാൻ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചുകൊണ്ടാണ് 1 ടീസ്പൂണ്. ഏലക്കായ് മാത്രമാണെങ്കിൽ അര ടീസ്പൂൺ മതി. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിപ്പൊടിയൊക്കെ അളന്നില്ലേ, അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറു ചൂടുവെള്ളമാണ് കേട്ടോ, നല്ല ചൂടുള്ളതല്ല, ഒരു ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളം അധികം ആകാനും പാടില്ല, എന്നാൽ വെള്ളം തീരെ ഇല്ലാണ്ടാവാനും പാടില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്താൻ മാറ്റി വെച്ചില്ല അവല്, അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതുകൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് 2 ബാച്ചായിട്ട് വേണമെന്ന് മിക്സിനകത്തിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തേങ്ങ ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ നൈസ് അരിപ്പൊടിയല്ലേ, അതുകൊണ്ട് തേങ്ങ അരയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് 2 ബാച്ചായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊന്തി വരും. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് എൻ്റെ മാവൊക്കെ നല്ലതുപോലെ പതിഞ്ഞ് പൊങ്ങി വരും. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നോക്കാം, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇളക്കുന്ന സമയത്ത് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ, നല്ല സ്പീഡിൽ ഇളക്കരുത് കേട്ടോ, പതുക്കെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, ചോറുണ്ണുന്ന പ്ലേറ്റോ അല്ലെങ്കിൽ കേക്കിൻ്റെ പാത്രങ്ങളോ അങ്ങനെ ഏതാണെങ്കിലും അതിൽ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ നന്നായി തടവി കൊടുത്ത ശേഷം ഒന്ന് ഒരു 5-8 മിനിറ്റൊക്കെ നമുക്കൊന്ന് പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്കിൻ്റെ പാത്രത്തിലും അതുപോലെ പ്ലേറ്റിലും 1 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വട്ടയപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. കണ്ട, മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ സോഫ്റ്റ് വട്ടയപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.